ഹായ് ഗായ്സ്, എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് സുബിതയാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് മുടി കൊഴിച്ചൽ കുറയാനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ PCOD ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. എനിക്ക് PCOD ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മുടി കൊഴിച്ചൽ ഇപ്പോൾ കുറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് PCOD ഒന്നുമില്ല, പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് അമ്മയുടെ മുടി കൊഴിച്ചൽ നന്നായിട്ട് നിന്നിട്ടുണ്ട്. എൻ്റെ മുടി കൊഴിച്ചൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുടി കൊഴിയുന്നത് കണ്ടാൽ തന്നെ എൻ്റെ ബോധം തന്നെ പലപ്പോഴും പോവാറായിട്ടുണ്ട്, കാരണം അത്രയും കൊഴിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന വഴിയാണിത്. ഒരു ഡോക്ടറാണ്, അപ്പോൾ അതുവഴിയാണ് ഇപ്പോൾ കുറഞ്ഞത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാവശ്യമുള്ളത് ചെറിയ ഉള്ളിയില്ലേ, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനമല്ലേ ചെറിയ ഉള്ളി ആവശ്യമുണ്ട്. പിന്നെ കറിവേപ്പില, കറിവേപ്പില ആവശ്യമുണ്ട്. പിന്നെ മൈലാഞ്ചി, പിന്നെ വെളിച്ചെണ്ണ. ഇത് ഈ 4 സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഒരു ബൗളിൽ അല്ലെങ്കിൽ ഒരു പാനിൽ നമ്മൾ ഗ്യാസിൽ ഓണാക്കിയിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണയിലോട്ട് ഇതുപോലെ തന്നെ തൊലി കളഞ്ഞിട്ട് 15 ഉള്ളി, മുറിക്കൊന്നും വേണ്ട, 15 ഉള്ളി തൊലി കളഞ്ഞിട്ട് ഇടുക. പിന്നെ 15 എണ്ണമാണ് ഞാൻ പറഞ്ഞത്, 15 എണ്ണം. ഇതുപോലെ 15 കറിവേപ്പില തണ്ടുകൾ. എന്നിട്ട് ഇതിൻ്റെ ഇലകളെടുത്തിട്ട് 15 എണ്ണത്തിൻ്റെ ഇലകളെടുത്തിട്ട് അതിനകത്തോട്ട് ഇടുക. പിന്നെ മൈലാഞ്ചി ഇതുപോലെയുള്ള വലിയ തണ്ടുകൾ 15 എണ്ണം എടുക്കുക, അതിനകത്തോട്ട് ഇടുക. ഒരു കണക്കാണ് പറഞ്ഞത് 15 എന്ന്. മൈലാഞ്ചിയൊക്കെ കുറച്ചും കൂടി ഇട്ടാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇട്ടിട്ട് വെളിച്ചെണ്ണ നല്ലോണം തിളപ്പിക്കുക. ഇത് ഈ ഉള്ളിയും ഈ കറിവേപ്പിലയും ഇതൊക്കെ നന്നായിട്ട് മൊരിയുന്നത് വരെ അത് തിളപ്പിക്കുക. വെളിച്ചെണ്ണ നല്ലോണം മൊരിയട്ടെ, അതുവരെ തിളപ്പിക്കുക. അപ്പോൾ മൊരിഞ്ഞിട്ട് എല്ലാം കൂടി അതിനോട്ട് മിക്സ് ആകുമ്പോൾ തന്നെ വെളിച്ചെണ്ണ ഈ കളർ മാറിയിട്ട്, നമ്മളുടെ പ്യുവർ വെളിച്ചെണ്ണയുടെ കളർ മാറിയിട്ട് ഒരു നല്ല ഡാർക്ക് ബ്രൗണിഷ് കളറാവും. കുറച്ച് നേരം തിളപ്പിച്ചാൽ അപ്പോൾ നമുക്കത് ഒരു ബോട്ടിലോട്ട് സ്റ്റോർ ചെയ്യാം. ഇപ്പം ഞാൻ ആക്കുന്നത് കാണിച്ചിട്ടില്ല, ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. ഇതാണ് വെളിച്ചെണ്ണ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ വലിയൊരു ബോട്ടിലാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് എടുത്തതാണ്. ഇതുപോലെ ഉണ്ടാവുക, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ മുടിക്ക്. അപ്പോൾ അതൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് തണിഞ്ഞിട്ട് ബോട്ടിലോട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അത് ഇപ്പോൾ ഇടവിട്ട ദിവസങ്ങളിൽ ഇന്ന് യൂസ് ചെയ്തു, നാളെ യൂസ് ചെയ്യണമെന്നില്ല, പിന്നെ അടുത്ത ദിവസം യൂസ് ചെയ്താൽ മതി. കുളിക്കുന്നതിന് ഒരു മണിക്കൂറെങ്കിലും അത് തലയോട്ടിയിൽ മുഴുവനായിട്ട് പിടിപ്പിച്ചിട്ട് അവിടെ വയ്ക്കുക. 1 മണിക്കൂർ വയ്ക്കുക. എന്നിട്ട് 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി, രാത്രി മുഴുവൻ വെക്കണമെന്നൊന്നുമില്ല. അതൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടോ, അങ്ങനെ രാത്രി മുഴുവൻ ഓവർനൈറ്റ് വെച്ചാൽ നല്ലതാണ്. അങ്ങനെയൊന്നുമില്ല. 1 മണിക്കൂർ വയ്ക്കുക. 1 മണിക്കൂർ വെച്ചിട്ട് അത് കഴുകിക്കളയുക. നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം, ഇല്ലെങ്കിൽ കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. ഷാമ്പു യൂസ് ചെയ്യാനെങ്കിൽ കണ്ടീഷണറും യൂസ് ചെയ്യണം കേട്ടോ. നമുക്ക് ഓയിൽ തലയിൽ ഓട്ടിയിൽ വേണം, അതിന് വേണ്ടിയിട്ടാണ് കണ്ടീഷണർ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് നോക്ക്. നിങ്ങളൊരു 2 ആഴ്ച യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ മുടി കൊഴിച്ച് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻസ് ആയിട്ട് എൻ്റെ ചാനലിലോട്ട് ഇടുക. പിന്നെ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫേവറേറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. ഞാൻ ഇനിയും വീഡിയോസ് ഇടും, അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.